വാട്ട് PSG did is dirty. ഇന്നലത്തെ PSG മാങ്കേഴ്സിന്റെ മത്സരം 1-0 എന്ന നാരോ സ്കോറിൽ PSG ജയിച്ചേറി നമ്മൾ കണ്ടതാണ്. പൊസഷനൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ടീമിന്റെ കളി വളരെ മോശമായിരുന്നെന്ന് ലൂയിസ് എൻറിക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായി. ബട്ട് നമ്മൾ ആ കളിയെ പറ്റിയില്ല പറയാൻ പോകുന്നത്. കളിക്ക് ശേഷം നടന്ന ചില വികാരഭരിതമായ മുഹൂർത്തങ്ങളെ പറ്റിയാണ്. ഒരു ഫുട്ബോൾ സ്നേഹിയെ സംബന്ധിച്ചിടത്തോളം മനസ്സിൽ തട്ടിയ മുഹൂർത്തങ്ങളായിരുന്നു അതിനുശേഷം നടന്നത്. PSG മത്സരത്തിന് ശേഷം അൾട്രാസിനെ അഭിവാദ്യം ചെയ്യാനായിട്ട് PSG താരങ്ങളൊന്നടങ്കം ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി വന്നു. എന്നാൽ കൂടെ ഒരാൾ കൂടി വന്നു, ഡൊണ്ണരുമ്മ. എൻ്റെ മോനെ, ആ സീനൊന്ന് കാണണമായിരുന്നു. ഒരു ഫുട്ബോൾ പ്രേമിക്ക് മനസ്സിൽ തട്ടുന്ന ഒരു മുഹൂർത്തം. അദ്ദേഹത്തിന്റെ വികാരങ്ങളെല്ലാം നമുക്ക് ആ മുഖത്തും ആ ബോഡി ലാംഗ്വേജിലും കാണാനുണ്ടായി. അദ്ദേഹം ഫാൻസിനെ അഭിവാദ്യം ചെയ്തു, അവസാനം ഗുഡ് ബൈ പറഞ്ഞു, താങ്ക്സ് പറഞ്ഞു, സോഷ്യൽ മീഡിയയിൽ കുറിച്ചു മേഴ്സി പാരിസ്. ക്രൈസി. ഒരു മാസം മുമ്പ് വരെ PSG വേണ്ടിയിട്ട് ടൈറ്റിലുകൾ നേടിക്കൊടുത്ത താരം, തന്റെ ശരീരവും മനസ്സും ഒരേപോലെ അർപ്പിച്ച താരം, എ ട്രൂ ലെജൻഡ്. ഈ ഒരു മാസം മുമ്പ് അദ്ദേഹം ഓർത്തിട്ടുണ്ടാവുമോ ഒരു ഗുഡ് ബൈയുടെ അകലത്തിന് വെറും ഒരു മാസം മാത്രമേ ബാക്കിയുള്ളൂ എന്ന്? നമ്മൾ ഓർത്തിട്ടുണ്ടായിരുന്നോ? ഇല്ല. ഏതായാലും മാഞ്ചസ്റ്റർ സിറ്റിയുമായിട്ട് പുള്ളി പേഴ്സണൽ ടൈംസിൽ എത്തിയിട്ടുണ്ട്. ബട്ട് സം ഫുട്ബോൾ പണ്ഡിറ്റ്സ് എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെപ്പിന്റെ സിറ്റിയുടെ സിസ്റ്റത്തിൽ ഡൊണ്ണരുമ്മ ഫിറ്റാവില്ല എന്നാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയാമെങ്കിൽ കമന്റിൽ അറിയുക. അല്ലെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം.